പ്രകൃതിയുടെ വരദാനമെന്ന് തോന്നിപ്പിക്കുന്ന വിധം പച്ചപ്പും മലനിരകളും നിറഞ്ഞ മലയടി എന്ന സുന്ദരമായ ഗ്രാമത്തിലായിരുന്നു ഈ കഥയുടെ തുടക്കം. ആ ഗ്രാമത്തിലെ ഓരോ മരത്തിനും ഓരോ കല്ലിനും പറയാൻ 100 കഥകളുണ്ടായിരുന്നു. അവിടുത്തെ മനുഷ്യർ പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ചിരുന്നവരാണ്. ആ ഗ്രാമത്തിന്റെ ഒരറ്റത്ത് കാടിനോട് ചേർന്നുള്ള ഒരു കൊച്ചുകുടിലിൽ മാധവൻ എന്ന യുവാവ് താമസിച്ചിരുന്നു. ഗ്രാമത്തിലെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി മാധവന് പ്രകൃതിയുമായി ഒരു പ്രത്യേക ആത്മബന്ധമുണ്ടായിരുന്നു. മാധവന്റെ ഗുരുവായ സിദ്ധർ അറിവിന്റെ വലിയൊരു കടലായിരുന്നു. കാടിന്റെ അഗാധയിൽ തപസ്സു ചെയ്തിരുന്ന ആ വൃദ്ധൻ മാധവന്റെ വിനയവും സേവന മനോഭാവവും കണ്ടാണ് ലോകത്തെ ഏറ്റവും അപൂർവമായ ആ വിദ്യ അവന് പകർന്നു നൽകിയത്. മൃഗഭാഷ. പക്ഷികളുടെ ചിറകടികളും മൃഗങ്ങളുടെ മുരൾച്ചകളും വെറുമൊരു ശബ്ദമല്ലെന്നും അവയ്ക്ക് ഓരോന്നിനും അർത്ഥമുണ്ടെന്നും ഗുരു അവനെ പഠിപ്പിച്ചു. മകനെ, പ്രകൃതി നിനക്ക് നൽകുന്ന ഈ താക്കോൽ സഹജീവികളുടെ കണ്ണീരൊപ്പാൻ മാത്രമുള്ളതാണ്. ഭൂമിയിലെ ഏറ്റവും ചെറിയ ഉറുമ്പിന്റെ പോലും സങ്കടം കേൾക്കാൻ നിനക്ക് സാധിക്കണം. പക്ഷെ ഓർക്കുക, എന്തെങ്കിലും നിന്റെ ഉള്ളിൽ അധികാരത്തിന്റെയോ അഹങ്കാരത്തിന്റെയോ ഒരു തരിമ്പ് അറിവ് പ്രവേശിച്ചാൽ അന്ന് ഈ വിദ്യ നിന്റെ വിനാശത്തിന് കാരണമാകും. ഗുരുവിന്റെ ഈ അവസാന വാക്കുകൾ കാറ്റിൽ അലിഞ്ഞു ചേർന്നു. ഗുരുവിന്റെ കാലശേഷം മാധവൻ ആ ഗ്രാമത്തില് അറിയപ്പെടുന്ന വ്യക്തിയായി മാറി. ആദ്യകാലങ്ങളിൽ അവൻ തന്റെ വിദ്യ നന്മയ്ക്കായി ഉപയോഗിച്ചു. വഴിതെറ്റിയ പശുക്കളെ വീട്ടിലെത്തിക്കാനും മുറിവേറ്റ പക്ഷികളെ ശുശ്രൂഷിക്കാനും അവൻ മൃഗഭാഷ ഉപയോഗിച്ചു. ഗ്രാമവാസികൾ അവനെ ആദരവോടെ നോക്കി. എന്നാൽ കാലക്രമേണ ആ ആദരവ് മാധവന്റെ ഉള്ളിൽ അഹങ്കാരത്തിന്റെ വിഷവിത്തുകൾ പാകി. താൻ ലോകത്തിലെ ഏക പ്രതിഭാസമാണെന്നും മൃഗങ്ങളെ പോലെ തന്നെ മനുഷ്യരെയും തന്നെ നിയന്ത്രണത്തിലാക്കാൻ ഈ വിദ്യ ഉപകരിക്കുമെന്നും അവൻ ചിന്തിച്ചു തുടങ്ങി. ഗ്രാമവാസികളുടെ വളർത്തുമൃഗങ്ങളോട് സംസാരിച്ച് അവരുടെ വീട്ടിലെ രഹസ്യങ്ങൾ ചോർത്താനും അവരെ ഭീഷണിപ്പെടുത്താനും മാധവൻ മടിച്ചില്ല. വിനയത്തിന്റെ സ്ഥാനത്ത് ഗർവ് കുടിയേറി. ഒരു വസന്തകാല പ്രഭാതത്തിൽ തന്റെ ശക്തി ഒന്നുകൂടി പരീക്ഷിക്കാനായി മാധവൻ കാടിന്റെ അതിർത്തിയിലേക്ക് നടന്നു. ആകാശം നീല നിറത്തിൽ തെളിഞ്ഞു നിന്നിരുന്നു. വായുവിൽ കാട്ടുപൂക്കളുടെ ഗന്ധം നിറഞ്ഞു നിന്നു. എന്നാൽ മാധവന്റെ ചിന്തകൾ കലുഷിതമായിരുന്നു. പെട്ടെന്നാണ് കാടിന്റെ പച്ചപ്പിനിടയിൽ സ്വർണ്ണ നിറത്തിൽ തിളങ്ങുന്ന ഒരു വസ്തു അവന്റെ കണ്ണിൽ പെട്ടത്. അതൊരു മാനായിരുന്നു. സാധാരണ ഒരു മാനിനേക്കാൾ തേജസ്സുള്ള സ്വർണ്ണ നിറത്തിലുള്ള രോമങ്ങളും നീലക്കണ്ണുകളുമുള്ള ഒരു അത്ഭുതമാൻ. പ്രകൃതിയുടെ സംരക്ഷകനായി അറിയപ്പെടുന്ന ഹിരണ്യൻ എന്ന സുവർണ മാനിനെയാണ് താൻ കാണുന്നതെന്ന് മാധവൻ തിരിച്ചറിഞ്ഞു. മാധവൻ മൃഗഭാഷയിൽ ആ മാനിനോട് സംസാരിച്ചു. എന്നാൽ അവന്റെ വാക്കുകളിൽ പഴയ സ്നേഹമോ കരുണയോ ഉണ്ടായിരുന്നില്ല. ഹേ മാനിനോട്, നീ എത്ര ഭാഗ്യവാനാണ്! നിന്നെ പോലെയുള്ള അപൂർവ ജീവികളെ പോലും മെരുക്കാൻ കഴിയുന്ന ഒരു മന്ത്രവാദിയുടെ മുന്നിലാണ് നീ നിൽക്കുന്നത്. നിന്റെ ഈ സ്വർണ്ണ നിറം എന്റെ അധികാരത്തിന് മാറ്റുകൂട്ടാൻ ഉപകരിക്കും. നീ ഇനി എന്റെ അടിമയായി ജീവിക്കണം, മാധവൻ അഹങ്കാരത്തോടെ പറഞ്ഞു. എന്നാൽ മാൻ ഒട്ടും പരിഭ്രമിച്ചില്ല. അത് ശാന്തമായി മാധവന്റെ കണ്ണുകളിലേക്ക് നോക്കി. ആ നോട്ടത്തിൽ ഗാംഭീര്യവും ദയവും ഉണ്ടായിരുന്നു. മാധവ, നിന്റെ വിദ്യ നിന്റെ വിവേകത്തെ നശിപ്പിച്ചിരിക്കുന്നു. മാൻ സംസാരിക്കാൻ തുടങ്ങി. മനുഷ്യഭാഷയല്ലെങ്കിലും മാധവൻ ആ വാക്കുകളുടെ അർത്ഥം തെളിഞ്ഞു കിട്ടി. അറിവ് എന്നത് വിളക്കിലെ വെളിച്ചം പോലെയാണ്. അത് വഴി കാണിക്കാനാണ്, അല്ലാതെ മറ്റുള്ളവരുടെ കണ്ണു ചിമ്മിക്കാനല്ല. നിനക്ക് ലഭിച്ച ഈ പുണ്യവിധി നീ നിന്റെ അഹങ്കാരം വളർത്താൻ ഉപയോഗിക്കുന്നു. കാടിന് അതിൻ്റെതായ നിയമങ്ങളുണ്ട്. നീ ഇപ്പോൾ ആ നിയമങ്ങൾ ലംഘിച്ചിരിക്കുന്നു. പ്രകൃതി നിനക്ക് നൽകിയ ഈ അനുഗ്രഹം ഒരു ശാപമായി മാറാൻ അധികകാലം വേണ്ടിവരില്ല. സൂക്ഷിക്കുക, വീഴ്ചയുടെ അയം വളരെ വലുതായിരിക്കും. മാനിന്റെ ഈ ഉപദേശം മാധവനെ തീർത്തും പ്രകോപിപ്പിച്ചു. തന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു മൃഗം തന്നെ തിരുത്താൻ ധൈര്യപ്പെട്ടുവെന്നത് അവന്റെ ഗർവിനേറ്റ വലിയൊരു ആഘാതമായിരുന്നു. അവൻ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു സാധാരണ മൃഗം എന്നെ ഉപദേശിക്കാൻ തുനിയുന്നോ? നിനക്കും ഈ കാടിനും ഞാൻ ആരാണെന്ന് ഉടൻ മനസ്സിലാക്കി തരാം. നീ പുകഴ്ത്തുന്ന ഈ പ്രകൃതി നിയമങ്ങൾ എന്റെ ദാസന്മാരായി മാറും. കാട്ടിലെ ഏറ്റവും ക്രൂരനായ സിംഹത്തെ ഞാൻ മെരുക്കും. അവനെ എന്റെ വാഹനമാക്കി ഞാൻ ഈ ഗ്രാമത്തിലൂടെ എഴുന്നള്ളും. അന്ന് നിന്റെ ഈ ഗർവ് ഞാൻ തകർക്കും. ഈ ഗ്രാമവും കാടും എന്റെ കാൽക്കീഴിലാകുന്നത് നീ കാണാൻ പോവുകയാണ്. മാധവന്റെ ആക്രോശം കാട്ടിലെ പക്ഷികളെ ഭയപ്പെടുത്തി പറത്തി. എന്നാൽ സുവർണമാൻ ഒന്നും മിണ്ടാതെ സാവധാനം വനത്തിന്റെ അഗാധയിലേക്ക് നടന്നു നീങ്ങി. അതിന്റെ ഓരോ ചുവടും മാധവന് നൽകിയ അവസാന താക്കീതായിരുന്നു. പക്ഷേ മാധവൻ അതൊന്നും ശ്രദ്ധിച്ചില്ല. അഹങ്കാരം അവനെ പൂർണ്ണമായും കീഴടക്കിയിരുന്നു. വരാനിരിക്കുന്ന വിപത്തിന്റെ സൂചനകൾ അവഗണിച്ചുകൊണ്ട് കാട്ടിലെ ഏറ്റവും ഭയാനകമായ സിംഹത്തെ തേടി അവൻ യാത്ര തുടർന്നു. തന്റെ നാശത്തിലേക്കുള്ള ആദ്യത്തെ ചുവട് അവൻ വെച്ചു കഴിഞ്ഞിരുന്നു. കാട് മുഴുവൻ നിഗൂഢമായ ഒരു നിശബ്ദതയിൽ ആണ്ടു. വരാനിരിക്കുന്ന കൊടുങ്കാറ്റിന് മുന്നോടിയായുള്ള നിശബ്ദമായിരുന്നു അത്.
സുവർണമാനിന്റെ താക്കീതുകൾ അവഗണിച്ച മാധവൻ തന്റെ അഹങ്കാരം തെളിയിക്കാനായി കാടിന്റെ ഏറ്റവും ഭയാനകമായ രക്തഗുഹ ലക്ഷ്യമാക്കി നീങ്ങി. സൂര്യപ്രകാശം പോലും കടന്നു ചെല്ലാൻ മടിക്കുന്ന വന്യമായ വെള്ളിച്ചെടികൾ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ആ പ്രദേശം കാട്ടിലെ ഇതര മൃഗങ്ങൾ പോലും ഭയത്തോടെ ഒഴിവാക്കുന്ന ഒരിടമായിരുന്നു. അവിടെയായിരുന്നു ഈ പ്രദേശത്തെ വിറപ്പിച്ചിരുന്ന കാലൻ എന്ന നരഭോജി സിംഹത്തിന്റെ താവളം. പണ്ട് പല വേട്ടക്കാരെയും കൊന്നു തള്ളിയ ആ സിംഹം ഇപ്പോൾ പ്രായത്തിന്റെ തളർച്ചയും വിശപ്പും കാരണം കൂടുതൽ ക്രൂരനായി മാറിയിരുന്നു. ഗുഹയുടെ വാതിക്കൽ എത്തിയ മാധവൻ കണ്ടത് ഭീകരമായ ഒരു കാഴ്ചയായിരുന്നു. ചിതറിക്കിടക്കുന്ന അസ്ഥികൂടങ്ങൾക്കിടയിൽ ചുവന്ന കണ്ണുകളുമായി വിശന്നു വലഞ്ഞ ആ സിംഹം കിടക്കുന്നു. അതിന്റെ വയർ ഒട്ടിയിരിക്കുന്നു. ഓരോ ശ്വാസത്തിലും ഒരു ഗർജനത്തിന്റെ മുഴക്കമുണ്ടായിരുന്നു. മാധവൻ തന്റെ മാതൃക ദണ്ടുയർത്തി ഗുരു പഠിപ്പിച്ചു തന്ന അറിവിനെ തിന്മയുടെ മന്ത്രങ്ങളാൽ മലിനമാക്കി ഉരുവിട്ടു. ഹേ വനരാജാവേ, നിന്റെ വിഷപ്പടക്കൻ കാട്ടിലെ എല്ലും തോലുമായ മൃഗങ്ങൾ മതിയോ? നിനക്ക് ഞാൻ രാജകീയമായ വിരുന്നുകൾ നൽകാം. കൊഴുത്തുരണ്ട ഇരകളെ നിനക്ക് മുന്നിലെത്തിക്കാം. പകരം നീ എന്റെ അധികാരത്തിന്റെ അടയാളമാകണം. മാധവൻ മൃഗഭാഷയിൽ മന്ത്രിച്ചു. മന്ത്രശക്തിയുടെ പ്രഭാവത്താൽ സിംഹത്തിന്റെ വന്യത സാവധാനം നിയന്ത്രണത്തിലായി. ആ മന്ത്രങ്ങൾ അതിന്റെ ബുദ്ധിയെ മരവിച്ചു. അത് മാധവന്റെ മുന്നിൽ തലകുനിച്ചു. വിജയിയുടെ ഭാവത്തോടെ മാധവൻ ആ ക്രൂരമൃഗത്തിന്റെ പുറത്തു കയറിയിരുന്നു. മൃഗരാജനെ തന്റെ വാഹനമാക്കിയെന്ന ചിന്ത അവനിൽ ഒരു പുതിയ ലഹരി പടർത്തി. കാടിന്റെ നിശബ്ദത ഭേദിച്ചുകൊണ്ട് അവൻ ഗ്രാമത്തിലേക്ക് നീങ്ങി. ഗ്രാമത്തിന്റെ അതിർത്തിയിൽ ആ കാഴ്ച കണ്ട പാവപ്പെട്ട ജനങ്ങൾ ആദ്യം വിശ്വസിക്കാനാവാതെ സ്തംഭിച്ചു നിന്നു. പിന്നെ ഭയത്തിന്റെ നിലവിളികൾ ഉയർന്നു. അമ്മമാർ തങ്ങളുടെ കുഞ്ഞുങ്ങളെ വാരിപ്പുണർന്ന് വീടിനുള്ളിലേക്ക് ഓടി. ഗ്രാമത്തിന്റെ നടുവിലുള്ള വലിയ ആൽമരച്ചുവട്ടിൽ സിംഹത്തെ നിർത്തിക്കൊണ്ട് മാധവൻ അട്ടഹസിച്ചു. അവന്റെ രൂപം പോലും മാറിയിരുന്നു. കണ്ണുകളിൽ ദയയുടെ ഒരംശം പോലും ബാക്കിയുണ്ടായിരുന്നില്ല. ഗ്രാമവാസികളെ, നിങ്ങളുടെ ദൈവവും രാജാവും ഇനി ഞാനാണ്. ഇതുവരെ ഈ കാട്ടുരാജാവ് വന്യമൃഗങ്ങളെയാണ് ഭക്ഷിച്ചിരുന്നത്. എന്നാൽ ഇന്നു മുതൽ നിയമങ്ങൾ മാറുകയാണ്. എന്റെ വാക്കിന് എതിര് നിൽക്കുന്നവർ ആരായാലും അവർ ഈ സിംഹത്തിന്റെ വിഷപ്പടക്കാൻ വിധിക്കപ്പെട്ടവരാകും. വെറുമൊരു മൃഗമാംസമല്ല, മനുഷ്യമാംസത്തിന്റെ രുചി അറിയാൻ ഇവൻ കാത്തിരിക്കുകയാണ്, മാധവൻ പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനം ഒരു ഇടിത്തീ പോലെ ജനങ്ങളുടെ മേൽ പതിച്ചു. മാധവൻ തുടർന്നു. ഓരോ ദിവസവും സൂര്യൻ അസ്തമിക്കുമ്പോൾ ഗ്രാമത്തിലെ ഒരു വീട് വീതം ഈ സിംഹത്തിന് ഇരയെ നൽകണം. അത് നിങ്ങളുടെ കന്നുകാലികളാകാം. എന്നാൽ ഞാൻ തൃപ്തനല്ലെങ്കിൽ ആ വീട്ടിലെ ഒരു മനുഷ്യനെ എനിക്ക് വിട്ടുതരേണ്ടി വരും. നിങ്ങളെ സംരക്ഷിക്കാൻ ഇനി ദൈവങ്ങൾ വരില്ല. കാരണം നിങ്ങളുടെ ജീവൻ എന്റെ കയ്യിലാണ്. മാധവന്റെ ഈ ഭീഷണി ഗ്രാമത്തിന്റെ സമാധാനം കെടുത്തി. പണ്ട് അവനെ സ്നേഹത്തോടെ നോക്കിയിരുന്ന കണ്ണുകൾ ഇപ്പോൾ ഭീതിയോടെ താഴേക്ക് തിരിഞ്ഞു. ഗ്രാമം ഒരു തുറന്ന ജയിലായി മാറി. ഓരോ ദിവസം ആരുടെ വീടാണ് തകരുക എന്ന ഭയത്തിൽ ജനങ്ങൾ ഉറക്കമില്ലാതെ കഴിഞ്ഞു. തങ്ങൾ മക്കളെ പോലെ വളർത്തിയ പശുക്കളെയും ആടുകളെയും കണ്ണീരോടെ മാധവന് കാഴ്ചവെച്ചു. സിംഹത്തിന്റെ വായിൽ നിന്ന് ഒലിക്കുന്ന രക്തവും അതിന്റെ ഗർജനവും ഗ്രാമത്തിലെ അന്തരീക്ഷത്തെ വിഷലിപ്തമാക്കി. മാധവൻ ആൽമരച്ചുവട്ടിൽ നിർമ്മിച്ച ഉയർന്ന പീഠത്തിൽ ഇരുന്ന് ഈ കാഴ്ചകൾ ആസ്വദിച്ചു. ജനങ്ങൾ ദാരിദ്ര്യത്തിലേക്ക് വീഴുമ്പോൾ അവൻ ആഡംബരങ്ങളിൽ നീരാടി. താൻ ഒരു സാധാരണ മനുഷ്യനല്ലെന്നും മൃഗങ്ങളെയും മനുഷ്യരെയും ഒരേപോലെ ഭരിക്കാൻ കഴിയുന്ന ഒരു മഹാശക്തിയാണെന്നും അവൻ സ്വയം വിശ്വസിച്ചു. പ്രായമായവർ അവനെ നോക്കി നെടുവീർപ്പിട്ടു. അറിവ് അഹങ്കാരമായാൽ അത് നാശത്തിന്റെ വിത്താണ് എന്നവർ പരസ്പരം മന്ത്രിച്ചു. എന്നാൽ മാധവൻ അതൊന്നും കേട്ടില്ല. സിംഹത്തിന്റെ കണ്ണുകളിലെ ക്രൂരത തന്റെ കണ്ണുകളിൽ പ്രതിഫലിക്കുന്നത് അവൻ അറിഞ്ഞില്ല. ഭീതിയുടെ ഈ കരിനിഴലിൽ ഗ്രാമം ശ്വാസം മുട്ടിക്കഴിയുമ്പോൾ കാടിന്റെ ആയങ്ങളിൽ നിന്ന് സുവർണമാൻ ഇതെല്ലാം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അനീതിയുടെ ഈ ഭരണത്തിന് അന്ത്യം കുറിക്കാൻ പ്രകൃതി പുതിയൊരു വഴി ഒരുക്കുകയായിരുന്നു. വരാനിരിക്കുന്ന ദുരന്തത്തിന്റെ സൂചനകൾ ഗ്രാമത്തിലെ കാറ്റിൽ പോലും മണക്കുന്നുണ്ടായിരുന്നു. ഗ്രാമം ഭയത്തിന്റെ പിടിയിലമർന്ന് ദിവസങ്ങൾ കടന്നുപോയി. ഓരോ നിഴലിനെയും സിംഹമെന്ന് കരുതി ജനങ്ങൾ ഭയന്നു. മാധവൻ തന്റെ ഉയർന്ന സിംഹാസനത്തിലിരുന്ന് ഗ്രാമവാസികളുടെ കണ്ണീരും ദുരിതവും കണ്ട് രസിച്ചു. എന്നാൽ അധികാരത്തിന്റെ ലഹരിയിൽ ആറാടുമ്പോഴും അവന്റെ ഉള്ളിൽ എന്തോ ഒന്ന് അപൂർണമായിരുന്നു. തന്റെ പണ്ട് വെല്ലുവിളിച്ച ആ സുവർണമാനിനെ ഒന്ന് നേരിട്ട് കാണണമെന്നും തന്റെ വിജയം അവന്റെ മുന്നിൽ വിളിച്ചു പറയണമെന്നും മാധവൻ ആഗ്രഹിച്ചു. ആ ആഗ്രഹത്തോടെ സിംഹത്തിന്റെ പുറത്തേറി അവൻ വീണ്ടും വനത്തിന്റെ ഉള്ളിലേക്ക് യാത്ര തിരിച്ചു. കാട് അന്നേരം നിഗൂഢമായ ഒരു നിശബ്ദതയിലായിരുന്നു. പക്ഷികൾ പാടുന്നത് നിർത്തിയിരുന്നു. കാറ്റുപോലും ഭയത്തോടെ വീശുന്നത് പോലെ തോന്നി. വനത്തിന്റെ മധ്യഭാഗത്തുള്ള പുഴക്കരയിൽ വെച്ച് മാധവൻ ആ കാഴ്ച കണ്ടു. മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഉപദേശിച്ച ആ ഹിരണ്യൻ എന്ന സുവർണമാൻ. പക്ഷെ അന്നത്തേക്കാൾ ആ മാൻ തളർന്നിരിക്കുന്നു. അവളുടെ വയർ വീർത്തിരുന്നു. അതൊരു ഗർഭിണിയായ മാനായിരുന്നു. അവളുടെ കാലുകൾക്ക് പഴയ വേഗതയില്ലായിരുന്നു. പ്രസവകാലം അടുത്തതിനാൽ അവൾക്ക് ഓരോ ചുവടും വെക്കാനും പ്രയാസമായിരുന്നു. പുഴയിൽ നിന്ന് വെള്ളം കുടിച്ച് തളർന്നു നിൽക്കുകയായിരുന്നു അവൾ. മാധവന്റെ കൂടെയുള്ള സിംഹം അപ്പോഴേക്കും നിയന്ത്രണം വിട്ടിരുന്നു.
ദിവസങ്ങളായി ഗ്രാമത്തിലെ വളർത്തുമൃഗങ്ങളെയും മനുഷ്യരെയും ഭീഷണിപ്പെടുത്തി മടുത്ത സിംഹത്തിന് കാട്ടിലെ ഈ അപൂർവമായ ഇരയുടെ രുചി അറിയാൻ വല്ലാത്തൊരു വെറി തോന്നി. സിംഹത്തിന്റെ കണ്ണുകൾ ചുവന്നു തുടുത്തു. അതിന്റെ വായിൽ നിന്ന് ഉമിനീർ ഒലിച്ചു. മൃഗഭാഷയിൽ സിംഹം മാധവനോട് ഗർജിച്ചു. യജമാനനെ, ഇന്ന് എനിക്ക് ആ പാവപ്പെട്ട ഗ്രാമവാസികളെ വേണ്ട. ഈ ഗ്രാമത്തിലെ മനുഷ്യമാംസത്തേക്കാൾ രുചികരമായ ഒന്ന് ഇതാ എന്റെ മുന്നിൽ നിൽക്കുന്നു. ആ മാനിനെയും അവളുടെ ഉദരത്തിൽ വളരുന്ന ആ കുഞ്ഞിനെയും എനിക്ക് വേണം. അതായിരിക്കും എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിരുന്ന്. ആ വാക്കുകൾ കേട്ടപ്പോൾ മാധവന്റെ ഉള്ളിൽ എവിടെയോ ഒരു നിമിഷം പഴയ വിവേകം ഉണർന്നു. ഗുരു പഠിപ്പിച്ചു തന്ന ധർമ്മം അവന്റെ കാതുകളിൽ മുഴങ്ങി. ഒരു ഗർഭിണിയായ ജീവിയെ ഉപദ്രവിക്കുന്നത് പ്രകൃതിയുടെ ഏറ്റവും വലിയ നിയമലംഘനമാണെന്നും അത് തന്റെ മന്ത്രവിദ്യയുടെ വിനാശത്തിന് കാരണമാകുമെന്നും അവൻ ഓർത്തു. വേണ്ട സിംഹമേ, അവൾ ഗർഭിണിയാണ്. പ്രകൃതിയുടെ നിയമങ്ങൾ നമ്മൾ ഇത്രത്തോളം ലംഘിക്കാൻ പാടില്ല. നമുക്ക് ഗ്രാമത്തിലേക്ക് മടങ്ങാം. അവിടെ നിനക്ക് ഇഷ്ടമുള്ള ഇരയെ ഞാൻ നൽകാം. മാധവൻ തന്റെ അധികാരം ഉപയോഗിച്ച് സിംഹത്തെ തടയാൻ ശ്രമിച്ചു. എന്നാൽ സിംഹം ഒട്ടും വഴങ്ങിയില്ല. മാധവനെ തന്റെ വരുതിയിലാക്കാൻ സിംഹം തിരിച്ചൊരു ഭീഷണി മുഴക്കി. നീ എന്നെ തടയാൻ നോക്കേണ്ട. ഞാൻ നിന്റെ അടിമയല്ല, നിന്റെ കരുത്താണ്. നീ എനിക്ക് ഇരയെ നൽകുന്നില്ലെങ്കിൽ അടുത്ത നിമിഷം നിന്റെ മരണം ഈ നഖങ്ങൾക്കിടയിലായിരിക്കും. നിന്നെ കൊന്നു തിന്നാൻ എനിക്ക് മടിയൊന്നുമില്ല. നിന്റെ അധികാരം എന്റെ ശക്തിയിലാണ് നിലനിൽക്കുന്നത്. ആ അധികാരം വേണമെങ്കിൽ നീ ഈ മാനിനെ എനിക്ക് വിട്ടുതരുക. ഭയം മാധവനെ കീഴടക്കി. തന്റെ ജീവനും അതിലുപരി താൻ കെട്ടിപ്പടുത്ത ഈ അഹങ്കാരത്തിന്റെ സാമ്രാജ്യവും തകരുമെന്ന ഭീതി അവനെ വല്ലാതെ അലട്ടി. നന്മയുടെ അവസാന നാളും അവനിൽ അണഞ്ഞു. തന്റെ അധികാരം സംരക്ഷിക്കാൻ വേണ്ടി അവൻ ആ മഹാപാപത്തിന് കൂട്ടുനിൽക്കാൻ തീരുമാനിച്ചു. അവൻ തന്റെ മന്ത്രദണ്ഡ് വായുവിൽ വീശി ചില ഇരുണ്ട മന്ത്രങ്ങൾ ഉരുവിട്ടു. പെട്ടെന്ന് വായുവിൽ നിന്ന് അദൃശ്യമായ മന്ത്രക്കയറുകൾ രൂപപ്പെട്ടു. ആ മാനിന്റെ കാലുകൾ തളഞ്ഞുപോയി. ഓടി രക്ഷപ്പെടാൻ ആഗ്രഹിച്ച മാനിന് ഒരടി പോലും മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞില്ല. അവൾ മണ്ണിലേക്ക് തകർന്നു വീണു. മാൻ കണ്ണീരോടെ മാധവനെ നോക്കി അപേക്ഷിച്ചു. മനുഷ്യ, നീ എന്തിനാണ് ഇത്ര ക്രൂരനാകുന്നത്? നിനക്ക് മൃഗങ്ങളുടെ ഭാഷ അറിയാം, പക്ഷെ അവയുടെ ഹൃദയം നീ ഇതുവരെ അറിഞ്ഞിട്ടില്ല. എന്റെ ജീവൻ എടുത്തോളൂ, പക്ഷെ ഈ ഭൂമിയിലേക്ക് വരാനിരിക്കുന്ന എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യരുത്. അവൻ ഈ ലോകത്തിന്റെ വെളിച്ചം കണ്ടിട്ടില്ല. നീ മനുഷ്യരെ സിംഹത്തിന് ഭക്ഷണമായി നൽകുമെന്ന് ഭീഷണിപ്പെടുത്തിയില്ലേ? പാവപ്പെട്ട ഗ്രാമവാസികളെ ഭയപ്പെടുത്തി ഭരിച്ചില്ലേ? ആ പാപങ്ങളുടെ ഭാരം നിനക്ക് താങ്ങാനാവില്ല. ദൈവം ഇതെല്ലാം കാണുന്നുണ്ട്. നിന്റെ നാശം അടുത്തു കഴിഞ്ഞു. മാനിന്റെ ഹൃദയം തകർക്കുന്ന ആ വാക്കുകൾ മാധവന്റെ ചെവിയിൽ കേട്ടില്ല. അഹങ്കാരം അവന്റെ ആത്മാവിനെ അന്ധമാക്കിയിരുന്നു. അവൻ ക്രൂരമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ നിന്റെ ദൈവത്തെ വിളിച്ചോളൂ. ഇന്ന് നീ സിംഹത്തിന്റെ വിശപ്പടക്കും. ഈ വനത്തിൽ പ്രകൃതിയല്ല, മാധവനാണ് നിയമം. അവൻ സിംഹത്തിന്റെ നേരെ കൈ ചൂണ്ടി ആംഗ്യം കാണിച്ചു. അനുവാദം ലഭിച്ച സിംഹം നാവ് നുണഞ്ഞുകൊണ്ട് മാനിന്റെ അടുത്തേക്ക് സാവധാനം നടന്നു നീങ്ങി. ആ നിമിഷം കാട് പെട്ടെന്ന് ഇരുട്ടിലാണ്ടു. ഉച്ച സമയമായിരുന്നിട്ടും ആകാശം കറുത്തിരുണ്ടു. പക്ഷികൾ നിലവിളിച്ചുകൊണ്ട് കൂടുകളിലേക്ക് മടങ്ങി. കാറ്റിനൊരു തരം തണുപ്പ് പടർന്നു. പ്രകൃതി പോലും ആ മഹാപാതകത്തിന് സാക്ഷ്യം വഹിക്കാൻ മടിക്കുന്നത് പോലെ തോന്നി. സിംഹം മാനിന്റെ തൊണ്ടയ്ക്ക് നേരെ കുതിക്കാൻ തയ്യാറെടുത്തു. ആ ഗർഭിണിയായ മാനിന്റെ അവസാനത്തെ കരച്ചിൽ വനത്തിൽ മുഴങ്ങി. മാധവൻ അഹങ്കാരത്തോടെ ആ ദൃശ്യം നോക്കി നിന്നു. പക്ഷെ അവൻ അറിഞ്ഞില്ല, പ്രകൃതിയുടെ ക്ഷമ അവസാനിച്ചുവെന്നും തന്റെ വിധിയാളൻ വരാൻ നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂവെന്നും. കാട് ശ്വാസമടക്കി പിടിച്ച ആ നിമിഷം സിംഹം അതിന്റെ കൂർത്ത നഖങ്ങൾ പുറത്തേക്കിട്ട് മാനിന്റെ ഗളനാടി ലക്ഷ്യമാക്കി വായുവിൽ കുതിച്ചുയർന്നു. മരണം അതിന്റെ തണുത്ത കൈകൾ കൊണ്ട് ആ മാനിനെ തൊടാൻ ഒരുങ്ങിയ നിമിഷമായിരുന്നു അത്. മാധവൻ അഹങ്കാരത്തോടെ ആ കാഴ്ച നോക്കി നിന്നു. എന്നാൽ പ്രപഞ്ചം നിശബ്ദമായിരുന്നില്ല. പെട്ടെന്ന് കാതടിപ്പിക്കുന്ന ഒരു ഇടിമുഴക്കം വനത്തിന്റെ അന്തരീക്ഷത്തെ പ്രകമ്പനം കൊള്ളിച്ചു. ഉച്ച സമയത്തെ വെയിലിനെ പോലും തോൽപ്പിക്കുമെന്ന വിധത്തിൽ ആകാശത്തിന്റെ വിരിമാറി പിളർന്നുകൊണ്ട് ഒരു വലിയ ദിവ്യപ്രകാശം താഴേക്ക് പതിച്ചു. ആ പ്രകാശത്തിന്റെ തീക്ഷ്ണതയിൽ സിംഹം വായുവിൽ വെച്ച് തന്നെ നിലത്തേക്ക് തെറിച്ചു വീണു. മാധവന്റെ കണ്ണിന്റെ കാഴ്ച മങ്ങിപ്പോയി. പ്രകാശ വലയത്തിനുള്ളിൽ നിന്ന് അതിഗായകനും തേജസ്വിയുമായ ഒരു ദിവ്യ പുരുഷൻ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹത്തിന്റെ സാന്നിധ്യം കാട്ടിലെ മരങ്ങളെ പോലും വിനയാന്വിതരാക്കി. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ കോപത്തിന്റെ അഗ്നിയും പശ്ചാത്താപത്തിന്റെ തണുപ്പും ഒരേപോലെ മിന്നിമറഞ്ഞു. മന്ത്രവാദി ഭയത്തോടെ തന്റെ മാന്ത്രിക തണ്ട് മുറുകെ പിടിച്ചുകൊണ്ട് വിറച്ചു നിന്നു. ദിവ്യപുരുഷൻ ഗാംഭീര്യത്തോടെ മാധവനെ നോക്കി ഗർജിച്ചു. നിന്ദനായ മനുഷ്യ, നിന്റെ അഹങ്കാരം നീതിയുടെയും ധർമ്മത്തിന്റെയും അതിർവരമ്പുകൾ ലംഘിച്ചിരിക്കുന്നു. മൃഗങ്ങളുടെ ഭാഷ നിനക്ക് ലഭിച്ചത് പ്രകൃതിയുടെ സംഗീതം കേൾക്കാനായിരുന്നു, അല്ലാതെ ഒരു ഗർഭിണിയായ അമ്മയുടെ വിലാപം കേട്ടില്ലെന്ന് നടിക്കാനായിരുന്നില്ല. സ്വന്തം സഹജീവികളെ ഈ ക്രൂരമൃഗത്തിന് ഭക്ഷണമായി നൽകുമെന്ന് ഭീഷണിപ്പെടുത്തി നീ ദൈവമാകാൻ ശ്രമിച്ചു. നിന്റെ ഉള്ളിലെ മനുഷ്യത്വം മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിന്റെ ഹൃദയം ഈ കാട്ടിലെ പാറക്കല്ലിനേക്കാൾ കഠിനമായി മാറിയിരിക്കുന്നു. ദിവ്യപുരുഷൻ തന്റെ വലതു കൈ മാനിന് നേരെ ഉയർത്തി. അപ്പോൾ അവിശ്വസനീയമായ ഒരു അത്ഭുതം അവിടെ സംഭവിച്ചു.
വേദനയാൽ പുളഞ്ഞിരുന്ന ആ മാനിന്റെ വയറ്റിൽ നിന്ന് ഒരു നവജാത ശിശുവിന്റെ കരച്ചിലിന് പകരം വനത്തെ നടുക്കുന്ന ഒരു സിംഹനാദം പോലെ ഒരു ശബ്ദം കേട്ടു. മാനിന്റെ ഉദരത്തിൽ നിന്ന് അതിശക്തനായ ഒരു മാൻകുട്ടി പുറത്തു വന്നു. ജനിച്ച നിമിഷം തന്നെ ആ കുട്ടി എഴുന്നേറ്റ് നിന്നു. അതിന്റെ ശരീരത്തിൽ നിന്ന് സൂര്യകാന്തി ചിതറുന്നത് പോലെ പ്രകാശം പുറപ്പെട്ടു. അതൊരു സാധാരണ മൃഗമായിരുന്നില്ല, മറിച്ച് ലോകത്തിന്റെ നീതി കാക്കാൻ അവതരിച്ച പ്രകൃതിയുടെ തന്നെ ശക്തിയായിരുന്നു. മാധവൻ ഞെട്ടിപ്പോയി. താൻ ഇത്രകാലം ശീലിച്ച മന്ത്രങ്ങളൊന്നും ആ കുഞ്ഞിന്റെ മുന്നിൽ ഏൽക്കുന്നില്ലെന്ന് അവൻ തിരിച്ചറിഞ്ഞു. മാൻകുട്ടി സിംഹത്തിന്റെ അടുത്തേക്ക് സാവധാനം നടന്നു നീങ്ങി. ലോകത്തെ മുഴുവൻ വിറപ്പിച്ചിരുന്ന ആ നരഭോജി സിംഹം ഈ ചെറിയ മാൻകുട്ടിയുടെ മുന്നിൽ ഒരു പൂച്ചക്കുട്ടിയെ പോലെ ഭയന്നു വിറച്ചു. സിംഹം ഗർജിക്കാൻ ശ്രമിച്ചെങ്കിലും അതിന്റെ തൊണ്ടയിൽ നിന്ന് ദയനീയമായ ഒരു കരച്ചിൽ മാത്രമാണ് പുറത്തു വന്നത്. നീതിയുടെ പ്രതീകമായ ആ മാൻകുട്ടി പെട്ടെന്ന് സിംഹത്തിന് നേരെ പാഞ്ഞു. പ്രകൃതി നിയമങ്ങളെ പോലും ലംഘിക്കുന്ന അമാനുഷിക വേഗതയിലായിരുന്നു ആ നീക്കം. മാൻകുട്ടിയുടെ ചെറിയൊരു പ്രഹരം സിംഹത്തിന്റെ ശിരസിൽ പതിച്ചു. ഒരു വലിയ പർവ്വതം ഇടിഞ്ഞു വീണതുപോലെ ആ സിംഹം ദൂരേക്ക് തെറിച്ചു വീണു. അതിന്റെ അഹങ്കാരം ക്രൂരതയും ആ നിമിഷം അവസാനിച്ചു. ആ സിംഹം ചത്തു വീണു. ഇത് കണ്ട മാധവൻ പരിഭ്രാന്തനായി തന്റെ മാന്ത്രിക തണ്ട് വായുവിൽ വീശി ഏറ്റവും കടുത്ത മന്ത്രങ്ങൾ ഉരുവിടാൻ ശ്രമിച്ചു. എന്നാൽ അവന്റെ നാവ് കുഴിഞ്ഞുപോയി. ഗുരു പഠിപ്പിച്ചെന്ന ആ വിശുദ്ധ വാക്കുകൾ അവന്റെ മനസ്സിൽ നിന്ന് അദൃശ്യമായി. അവനൊരു വാക്കുപോലും ഉച്ചരിക്കാൻ കഴിഞ്ഞില്ല. തന്റെ കൈകൾ അനക്കാൻ കഴിയാത്ത വിധം മരവിച്ചു പോയതായി അവൻ തിരിച്ചറിഞ്ഞു. ദിവ്യപുരുഷൻ അവനെ നോക്കി ശാന്തമായി പറഞ്ഞു, അധികാരം ഒരു കിരീടമല്ല, മറിച്ച് ഒരു ഉത്തരവാദിത്യമാണ്. നീ നിനക്ക് ലഭിച്ച അറിവിനെ ചോര കൊണ്ട് കറുപ്പിച്ചു. നിന്റെ ശക്തികൾ നിന്നിൽ നിന്ന് തിരിച്ചെടുത്തിരിക്കുന്നു. ഇനി നീ ഈ ലോകത്ത് വെറുമൊരു നിസ്സഹായനായ മനുഷ്യൻ മാത്രമാണ്. നീ ചെയ്ത പാപങ്ങളുടെ ഫലം നീ അനുഭവിക്കാൻ പോകുകയാണ്. മാധവൻ തന്റെ സിംഹാസനത്തിൽ നിന്ന് മണ്ണിലേക്ക് വീണു. തന്റെ അധികാരവും ശക്തിയും തകരുന്നതോർത്ത് അവൻ വിറച്ചു. മാൻകുട്ടി തന്റെ അമ്മയുടെ അരികിലേക്ക് നീങ്ങി. മുറിവേറ്റ മാനിന്റെ വേദനകൾ ആ നിമിഷം ശമിച്ചു. കാട് വീണ്ടും ശാന്തമായി. പക്ഷേ മാധവന്റെ ഉള്ളിൽ ഭീതിയുടെ കൊടുങ്കാറ്റ് അടങ്ങുന്നില്ലായിരുന്നു. തന്റെ ഭാവി എന്താണെന്നോ ഇനി താൻ എങ്ങോട്ട് പോകുമെന്നോ അവൻ നിശ്ചയമില്ലായിരുന്നു. പ്രകൃതിയെ ചതിച്ചവന് പ്രകൃതി തന്നെ കരുതി വെച്ചിരുന്ന ആ ശിക്ഷ എന്താണെന്നറിയാൻ അവൻ ഭയത്തോടെ ദിവ്യപുരുഷന്റെ മുഖത്തേക്ക് നോക്കി. വരാനിരിക്കുന്ന അവസാനത്തെ പ്രഹരം എന്താണെന്ന് കാട് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങി നിൽക്കുകയായിരുന്നു. കാടിന്റെ ആഴങ്ങളിൽ മുഴുകിയ ആ ദിവ്യഗർജനം മാധവന്റെ കർണപടങ്ങളെ ഭേദിച്ചു. തന്റെ അധികാരവും മന്ത്രശക്തിയും ഒലിച്ചുപോയ ആ നിമിഷം അവൻ പ്രപഞ്ചത്തിന് മുന്നിൽ വെറും ഒരു നിസ്സാരനായി മാറി. ആകാശത്തു നിന്ന് വെളിച്ചത്തിന്റെ ചമ്മട്ടികൾ പോലെ മിന്നലുകൾ ഭൂമിയിലേക്ക് പതിച്ചു. ദിവ്യപുരുഷന്റെ കണ്ണുകൾ ജ്വലിച്ചു. അദ്ദേഹം മാധവന്റെ ആത്മാവിനെ തുറിച്ചു നോക്കിക്കൊണ്ട് തന്റെ അവസാനത്തെ വിധി പ്രസ്താവിച്ചു. മാധവ, നിനക്ക് ലഭിച്ച അറിവിനെ നീ ചോരക്കൊണ്ട് കഴുകി. മൃഗങ്ങളുടെയും മനുഷ്യരുടെയും കണ്ണുനീർ നിനക്ക് ആനന്ദമായി മാറി. കരുണവറ്റ നിന്റെ ഹൃദയം ഒരു ശിലയേക്കാൾ കഠിനമാണെന്ന് നീ നിന്റെ പ്രവർത്തികളിലൂടെ തെളിയിച്ചിരിക്കുന്നു. ജീവനുള്ള ഒന്നിനും നിന്റെ വേദനകൾ ഇനി മനസ്സിലാകേണ്ടതില്ല. നിന്റെ ഉള്ളിലെ ആ കല്ല് നിന്റെ ശരീരമായി മാറട്ടെ. നിന്റെ പാപങ്ങൾ പേറുന്ന ഒരു നിത്യസ്മാരകമായി നീ ഇവിടെ അവശേഷിക്കും. ആ വാക്കുകൾ അന്തരീക്ഷത്തിൽ അലയടിച്ച അതേ നിമിഷം പ്രകൃതി നിയമങ്ങളെ പോലും മരവിപ്പിക്കുന്ന ഒരു മാറ്റം മാധവന്റെ ശരീരത്തിൽ തുടങ്ങി. അവന്റെ പാദങ്ങളിൽ നിന്ന് ഒരു തണുപ്പ് മുകളിലേക്ക് പടർന്നു. ചലനാത്മകമായ അവന്റെ മാംസം സാവധാനം കറുത്ത കരിങ്കല്ലായി മാറാൻ തുടങ്ങി. മാധവൻ ഭയന്ന് പിടഞ്ഞു. രക്ഷപ്പെടാൻ ആഗ്രഹിച്ചെങ്കിലും അവന്റെ കാലുകൾ മണ്ണിൽ ഉറച്ചുപോയി. താൻ ഇത്രകാലം ശപിച്ചും ഉപദ്രവിച്ചും പോന്ന പ്രകൃതി തന്നെ ഇപ്പോൾ തന്നെ വിഴുങ്ങുകയാണെന്ന് അവൻ വേദനയോടെ തിരിച്ചറിഞ്ഞു. അവൻ അലറിക്കരയാൻ ശ്രമിച്ചു. ആകാശത്തെ വിറപ്പിക്കുന്ന ഒരു നിലവിളി അവന്റെ തൊണ്ടയിൽ നിന്നുയരാൻ തുടങ്ങിയതാണ്. എന്നാൽ നിലവിളി പുറത്തു വരുന്നതിന് മുമ്പേ അവന്റെ തൊണ്ടയും നാവും തണുത്ത് മരവിച്ചു. ജീവനുള്ള മാംസം കഠിന കല്ലായി മാറി. അവന്റെ കരച്ചിൽ വായുവിൽ തന്നെ തടഞ്ഞുപോയി. മാധവന്റെ ഉടൽ കല്ലായി മാറുമ്പോഴും അവന്റെ ബോധം മാത്രം അവിടെ തങ്ങി നിന്നു. തന്റെ കണ്ണുകളിൽ ശിലയായി മാറുന്നതിന് തൊട്ടു മുമ്പുള്ള നിമിഷം അവൻ ആ മാൻകുട്ടിയെ കണ്ടു. നീതിയുടെ ആ പ്രതീകം തന്നോട് പുഞ്ചിരിക്കുന്നത് പോലെ അവന് തോന്നി. അവസാനം അവന്റെ മുഖത്തെ ആ ഭയവും കുറ്റബോധവും നിസ്സഹാവസ്ഥയും ആ കല്ലിൽ എന്നേക്കുമായി കൊത്തിവെക്കപ്പെട്ടു. നിമിഷങ്ങൾക്കുള്ളിൽ അഹങ്കാരത്തിന്റെ ഉന്നതയിൽ നിന്നിരുന്ന ആ മന്ത്രവാദി ഒരു നിശ്ചലമായ പ്രതിമയായി മാറി. കാട്ടിലെ വന്യമൃഗങ്ങൾ ഓരോന്നായി ആ പ്രതിമയ്ക്ക് ചുറ്റും കൂടി. സിംഹത്തിന്റെ ഭീഷണിയിൽ നിന്ന് മുക്തരായ ഗ്രാമവാസികൾ പേടിയോടെയും അത്ഭുതയും കാടിന്റെ അതിർത്തിയിലെത്തി. തങ്ങളെ ദിവസങ്ങളോളം ഉറക്കമില്ലാതെ കഷ്ടപ്പെടുത്തിയ, തങ്ങളുടെ മക്കളെ സിംഹത്തിന് ഇരയാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ ആ ക്രൂരന്റെ അന്ത്യം കണ്ട് അവർ വിശ്വസിക്കാനാവാതെ നിന്നു. ആ കരിങ്കൽ പ്രതിമയുടെ മുഖത്തെ ഭീതി അവരിൽ വല്ലാത്തൊരു നടുക്കമുണ്ടാക്കി. ദിവ്യപുരുഷനും ആ സുവർണമാനും കുഞ്ഞും പ്രകാശവലയത്താൽ സാവധാനം മറഞ്ഞു. കാട് വീണ്ടും അതിന്റെ സ്വാഭാവികമായ താളത്തിലേക്ക് മടങ്ങി. പക്ഷേ മലയടി എന്ന ഗ്രാമം ഇനി പഴയതുപോലെ ആയിരുന്നില്ല. അവർക്ക് മുന്നിൽ വലിയൊരു പാടം ശിലയായി ഉറച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. അധികാരം എന്നത് മറ്റുള്ളവരെ അടിച്ചമർത്താനുള്ളതല്ലെന്നും അറിവ് വിനയത്തിനുള്ളതാണെന്നും ആ കല്ല് അവരെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരുന്നു. തലമുറകൾ കടന്നുപോയി. ആ ഗ്രാമത്തിലെ കഥാകാരന്മാർ തങ്ങളുടെ കുട്ടികൾക്ക് മാധവന്റെ കഥ പറഞ്ഞു കൊടുത്തു.
അറിവ് തലയ്ക്ക് പിടിച്ച ഒരു യുവാവിന്റെയും അവന്റെ നാശത്തിന്റെയും കഥ. ഇന്നും ആ കാടിന്റെ അതിർത്തിയിൽ വള്ളിച്ചെടികൾ പടർന്നു കയറിയ ആ കരിങ്കൽ പ്രതിമ കാണാം. കാറ്റടിക്കുമ്പോൾ ആ കല്ലിൽ നിന്ന് ഒരു തേങ്ങൽ ഉയരുന്നതായി ചിലർ പറയാറുണ്ട്. അത് മാധവന്റെ ആത്മാവ് പശ്ചാത്താപത്താൽ വിങ്ങുന്നതാണെന്ന് ഗ്രാമവാസികൾ വിശ്വസിക്കുന്നു. മൃഗങ്ങളും മനുഷ്യരും ഇപ്പോൾ ആ ഗ്രാമത്തിൽ ഒരേപോലെ സമാധാനത്തോടെ കഴിയുന്നു. വേട്ടക്കാരുടെ തോക്കുകൾ അവിടെ മുഴങ്ങാറില്ല. കാട്ടിലെ ഓരോ ജീവും തങ്ങളുടെ സഹോദരങ്ങളാണെന്ന് അവർ മനസ്സിലാക്കി. മാധവന്റെ പതനം ആ ഗ്രാമത്തിന് നൽകിയത് പുതിയൊരു വെളിച്ചമാണ്. അറിവിനെ സ്നേഹമായും ശക്തിയെ കരുണയായും മാറ്റുന്നവർക്ക് മാത്രമേ പ്രകൃതിയിൽ സ്ഥാനം ലഭിക്കൂ എന്ന സത്യം അവിടെ എന്നേക്കുമായി നിലനിൽക്കുന്നു. ശിലയായി മാറിയ ആ മന്ത്രവാദി ലോകത്തിന് മുന്നിൽ വലിയൊരു ഓർമ്മപ്പെടുത്തലായി ഇന്നും വനത്തിന്റെ നിശബ്ദതയിൽ കാവൽ നിൽക്കുന്നു.